ഇന്നൊരു ബർത്ത്ഡേ വിശേഷമാണ്. ദേ ഈ പോകുന്നതാണ് സൂര്യ. അവളുടെ ബർത്ത്ഡേ ആണ് ഇന്ന് കേട്ടോ. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ ലുലു മോളിൽ പോയി അവിടെ ദേ ലിഫ്റ്റിൽ കയറി മുകളിലോട്ട് പോവുകയാണ്, സെക്കൻഡ് ഫ്ലോറിലേക്ക്. കേക്ക് ഓൾറെഡി ഒരു കുഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ, ഞാൻ എപ്പോഴും കേക്ക് വാങ്ങുന്നില്ലേ, അവിടെ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഫ്ലോറിൽ പോയിട്ട് ഫുഡ് കോർട്ടിൽ എവിടെയെങ്കിലും ഒന്ന് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ പോയി. പിന്നെ ബർത്ത്ഡേ ഓഫീസ് ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ മൗസിൽ കയറി ഞങ്ങൾ അവൽ മിൽക്ക് ഓർഡർ ചെയ്തിട്ട് ഇവിടെ നിന്ന് കേക്ക് കട്ട് ചെയ്തു. അവൾക്ക് കേക്ക് നന്നായിട്ട് ഇഷ്ടമായെന്ന് പറഞ്ഞു. കുഞ്ഞ് കേക്കാണ് വാങ്ങിയത്, എന്തായാലും 2-3 പേരല്ലേ ഉള്ളൂ. പിന്നെ കൂടെ വന്ന പയ്യന് അവന് നോമ്പാണ്, അതുകൊണ്ട് ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവൾക്ക് വായിൽ വെച്ച് കൊടുത്തു. അങ്ങനെ ഹാപ്പിയായി. പിന്നെ മൗസിൽ നിന്ന് ഇത് ഓർഡർ ചെയ്തപ്പോൾ 3 എണ്ണം അറിയാണ്ട് ഓർഡറാക്കി. അവന് നോമ്പാന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അവസാനം 2 അവൽ മിൽക്ക് ഞാൻ തന്നെ കുടിച്ചു, ഒരെണ്ണം സൂര്യ കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ കയറി, ലുലുവിനകത്തുള്ള സ്റ്റുഡിയോയിൽ കയറി അവൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുത്തു. പിന്നെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വീണ്ടും ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിനകത്ത് കയറി ചുമ്മാ കറങ്ങാനായിട്ട്. എന്നിട്ട് അവിടുത്തെ ഓട്ടത്തിനടുത്ത് പോസ് ചെയ്യുന്നു അവൾ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും സെക്കൻഡ് ഫ്ലോറിൽ കയറിയിട്ട് ഒരു കോഫിയും അവളൊരു കോൾഡ് കോഫിയും പിന്നെ ഒരു കട്ട്ലറ്റും വാങ്ങി കഴിച്ചു. പിന്നെ ലാസ്റ്റ് ഡൊമിനോസിൽ നിന്നൊരു പിസ്സ വാങ്ങിയിട്ട് ഇറങ്ങി, അവിടെ നിന്ന് കഴിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ലുലു മോളിനോട് ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ പോവാണ്. പോകുന്ന വഴിക്ക് ദേ ഇവിടെ എയറോപ്ലെയിൻ വരുന്നത് കണ്ടിട്ട് ഞാൻ വണ്ടി അവിടെ നിർത്തിയിട്ടു. അങ്ങനെ ഞങ്ങൾ എയറോപ്ലെയിൻ കണ്ടു. എപ്പോഴായാലും എയറോപ്ലെയിൻ എന്ന് പറയുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കുഞ്ഞിലായാലും ഇപ്പോഴായാലും അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര ചെയ്തത് കോവളം ബീച്ചിലെത്തിയിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ഞങ്ങളിവിടെ എത്തിയത് കേട്ടോ. എന്നിട്ട് ഞാൻ നേരത്തെ ഡൊമിനോസിൽ നിന്ന് വാങ്ങിയെന്ന് പറഞ്ഞ പിസ്സയല്ലേ, അത് ഇവിടെ വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതിനിടയ്ക്ക് കാറിൽ വെച്ച് തന്നെ അവൻ നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് ഇവിടെ നിന്ന് പിസ്സ കഴിക്കാമെന്ന് വിചാരിച്ചത്. ഇത് 4 പീസുള്ള പിസ്സയാണ് വാങ്ങിയത്. അപ്പം ഒരു പീസ് അവന്, 1 എനിക്ക്, പിന്നെ 1 സൂര്യക്ക്, ഒരെണ്ണം പിന്നെ ഞങ്ങളുടെ 2 പേരും കൂടെ ഹാഫ് ആയിട്ട് എടുത്തു കേട്ടോ. നോമ്പ് തുറന്ന സമയം കൊണ്ട് ആയതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ അധികം ഫുഡ് ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിസ്സയും കഴിച്ച് കുറച്ച് നേരം കടലിൻ്റെ അടുത്ത് പോയി ആ കാറ്റൊക്കെ കൊണ്ട് സന്തോഷമായിട്ട് നിന്നിട്ട് അവിടെ നിന്ന് ഈ ഒരു സമയമായപ്പോൾ തിരിച്ചിറങ്ങി. പിന്നെ ഞങ്ങൾ ബൈപ്പാസ് റൂട്ട് തന്നെ പോകുന്ന സമയത്ത് വഴിയിൽ ഒരു കട കണ്ടു, അവിടെ ഇറങ്ങി. അങ്ങനെ അവൾ പൊറോട്ട വാങ്ങി, ഞങ്ങൾ 2 പേരും ദോശ വാങ്ങിയിട്ട് പിന്നെ ബീഫ് ചില്ലി ഉണ്ടല്ലോ അതും വാങ്ങി കഴിച്ചു കേട്ടോ. അങ്ങനെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ വിശേഷങ്ങൾ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അവളും ഹാപ്പി, നമ്മളും ഹാപ്പി. ബർത്ത്ഡേ അടിപൊളിയായി, ഞങ്ങളെല്ലാവരും ഹാപ്പിയായിരുന്നു.